ഒരു കാലത്ത് ലോകത്തെ വിറപ്പിച്ച ഇന്ത്യൻ സ്റ്റീലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1600 വർഷത്തിലേറെ തുരുമ്പെടുക്കാത്ത ഡൽഹിയിലെ വിജയസ്തംഭത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭാരതത്തിൻ്റെ രസായന ശാസ്ത്രത്തിൻ്റെ വിശേഷിച്ചും ലോകശാസ്ത്ര പാരമ്പര്യത്തിൻ്റെ മഹിമയെ വിളിച്ചോതുന്ന ഇന്നും നിലനിൽക്കുന്ന തെളിവുകളാണ് ഈ രണ്ട് സംഗതികളും. പേർഷ്യയിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു പണ്ട്, കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ മറുപടി കൊടുക്കണം. ഇന്ത്യൻ മറുപടി എന്നാൽ ഇന്ത്യൻ വാളുകൊണ്ട് മുറിവേൽപ്പിക്കണം എന്നർത്ഥം. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും മൂർച്ചയും കാഠിന്യവുമേറിയ മാരകായുധങ്ങൾ നിർമ്മിച്ചിരുന്നത് ദക്ഷിണേന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു പ്രത്യേകതരം സ്റ്റീൽ കൊണ്ടായിരുന്നു. വൂഡ് സ്റ്റീൽ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ക്രിസ്തുവിനും ചുരുങ്ങിയത് 5 നൂറ്റാണ്ട് മുൻപെങ്കിലും ദക്ഷിണ ഭാരതത്തിൽ വൻതോതിൽ വൂഡ് സ്റ്റീൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അത്യന്തം ഉയർന്ന അളവിലുള്ള കാർബണും ഉപരിതലത്തിൽ കാണപ്പെടുന്ന മനോഹരമായ വരകളും വൂഡ് സ്റ്റീലിനെ തീർത്തും വ്യത്യസ്തമാക്കി. വൂഡ് സ്റ്റീൽ നിർമ്മിക്കുന്നതിൻ്റെ രഹസ്യവിദ്യ അറിയാനുള്ള യൂറോപ്യരുടെ ശ്രമമാണത്രേ ആധുനിക ലോഹവിദ്യ അഥവാ മെറ്റലർജിയുടെ ഉദയത്തിന് കാരണമായത്. പ്രാചീന ഭാരതീയർ നിർമ്മിച്ച അതേ മേന്മയോടെ ഇന്നും ആർക്കും വൂഡ് സ്റ്റീൽ പുനർനിർമ്മിക്കാൻ സാധിച്ചിട്ടുമില്ല. സഹസ്രാബ്ദങ്ങളോളം ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയ ആ രഹസ്യവിദ്യ മറ്റനേകം പ്രാചീന ഭാരതീയ വിജ്ഞാനങ്ങളോടൊപ്പം കാലപ്രവാഹത്തിൽ മൺമറഞ്ഞു പോവുകയും ചെയ്തു. ഇതേപോലെ മൺമറഞ്ഞു പോയ പ്രാചീന ലോഹവിദ്യയുടെ മറ്റൊരു ഉദാഹരണമാണ് ഡൽഹിയിലെ കുത്തബ് മിനാർ സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പ് തൂൺ. ഇതൊരു സാധാരണ തൂണല്ല. 1600 വർഷത്തിലേറെയായി തുരുമ്പെടുക്കാതെ ഡൽഹിയിലെ പ്രതികൂലമായ കാലാവസ്ഥയെ പ്രതിരോധിച്ച് നിലകൊള്ളുന്ന ഒരു ശാസ്ത്രവിസ്മയമാണത്. 7.2 മീറ്റർ ഉയരമുള്ള ഈ പ്രശസ്തമായ ഇരുമ്പ് തൂൺ 4-ാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ രാജാവിൻ്റെ ഭരണത്തിൽ കീഴിലുള്ള ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കാലത്ത് നിർമ്മിച്ച വിജയസ്തംഭമാണ്. തൂണിൽ കൊത്തിവെച്ച സംസ്കൃതത്തിലെ ലിഖിതങ്ങൾ രാജാവിൻ്റെ വിജയഗാഥകളോടൊപ്പം പുരാതന ഭാരതീയ ശില്പ കലാവിദഗ്ധരുടെ ഉദാത്തമായ ലോകശാസ്ത്ര പ്രാവീണ്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്രയും കാലം ഈ സ്തംഭം തുരുമ്പെടുക്കാതെ നിലകൊണ്ടു എന്നതിൻ്റെ രഹസ്യം പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞർ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം പല കാരണങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. തൂണിലെ ഇരുമ്പ് ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഹൈഡ്രേറ്റ് എന്ന സംയുക്തം ലോഹവും തുരുമ്പും തമ്മിലുള്ള സമ്പർക്ക സ്ഥാനത്തിനോട് ചേർന്ന് നേർത്ത പ്രതിരോധ പാളിയെ നിർമ്മിക്കുന്നു എന്നതാണ് തുരുമ്പെടുക്കാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണമായി ഇന്ന് പറയപ്പെടുന്നത്. ഇവ മാത്രമല്ല, സിങ്ക് പോലെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ലോഹങ്ങൾ പോലും 2500 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഭാരതത്തിൽ നിർമ്മിച്ചിരുന്നു എന്നതിന് ധാരാളം തെളിവുകൾ ഇന്ന് ലഭ്യവുമാണ്. നോക്കൂ, ഭാരതത്തിൻ്റെ പ്രാചീന ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ.